ഹലോ എരുവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ ബൈക്ക് എടുത്ത് തൃപ്പൂണിത്തുറയ്ക്ക് ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറയിൽ 1-2 ഷോപ്പിൽ കയറി 2 ടീഷർട്ട് എടുക്കണം. കുറച്ച് ദിവസമായി ആലോചിക്കുന്നു ടീഷർട്ട് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഒന്ന് ശരി ഇന്ന് തന്നെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. വലിയ മഴയൊന്നുമില്ല, അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു വെതറാണ്. അപ്പോൾ നേരെ ഇറങ്ങിയത് നമ്മളിപ്പോൾ തിരുവാങ്കുളത്തെത്തി. തിരുവാങ്കുളത്ത് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തുറ ലക്ഷ്യമാക്കി നമ്മുടെ ബൈക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി തിരുവാങ്കുളത്ത് കടകളൊന്നും അടച്ചിട്ടൊന്നുമില്ല. സമയം 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. ബസ്സുകളൊക്കെ തിരിച്ചു പോകുന്നു. പലരും ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന പോക്ക് അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത് റോട്ടിൽ. കുറച്ചും കൂടി ചെന്നാൽ റൈറ്റ് സൈഡിലൊരു പെട്രോൾ പമ്പുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പാണ്. ശ്രദ്ധിച്ചോ, തിരുവാങ്കുളത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പമ്പുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആര്യാസിൻ്റെ ഒരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ 100 പ്രാവശ്യം കണ്ട് കയറിയിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഫുഡാണ്, കുഴപ്പമില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു പള്ളിയുണ്ട്. പള്ളിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് അതുപോലെ തന്നെ നമ്മൾ കുതിച്ചുകൊണ്ടിരുന്ന് കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ, കുറച്ചും കൂടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100-300 മീറ്ററും കൂടി ചെന്നാൽ നമ്മളെവിടെ എത്തും? അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്ത് എത്തും. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു? റോയൽ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. മുൻപ് ഇത് ബെസ്റ്റ് ബേക്കേഴ്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഉറപ്പില്ല. എന്തോ റെനോവേറ്റൊക്കെ ചെയ്ത് അത് പുതുക്കി പണിതിട്ടുണ്ട്. പിന്നെയും നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം. പലയിടങ്ങളിൽ ഒന്ന് സംഭവം എന്താണെന്ന് അറിയില്ലേ? ബിവറേജസ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വീട്ടിൽ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പാർട്ടീസ് മേടിക്കാൻ വരുന്ന സ്ഥലമാണ് ബിവറേജസ്. അതിവിടെയാണ്, റൈറ്റ് സൈഡിലാണ്. ഓർത്ത് വെച്ചോ, ഹിൽ പാലസിനും തിരുവാങ്കുളത്തിനും ഇടയിലാണ്. ഹിൽ പാലസിനോട് വളരെ അടുത്താണ് ഈ പറഞ്ഞ ബിവറേജസ്. ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. സുഖമായിട്ട് സെൽഫ് കൗണ്ടറൊക്കെ ഉണ്ട്. കൊണ്ട് ക്യൂ ഒന്നും നിൽക്കാതെ വാങ്ങിച്ച് വീട്ടിൽ പോകാം, വെള്ളമടിക്കാം, സന്തോഷിക്കാം. അങ്ങനെ വണ്ടി ഓടിച്ചോടിച്ച് നമ്മൾ ഹിൽ പാലസിൻ്റെ അവിടെ എത്തി. ഹിൽ പാലസ് കടച്ചിട്ടൊക്കെയാണ്, രാത്രി സമയമല്ലേ. അവിടെ ചിലപ്പം വല്ല പ്രേതാത്മാക്കളൊക്കെ അറിഞ്ഞ് തിരിയുന്നുണ്ടാവും. രാത്രി ഒന്നും ഹിൽ പാലസിൽ പോകാൻ ആരും ധൈര്യപ്പെടില്ല. അതിൻ്റെ ആ ഏരിയയിലേക്ക് പോകാൻ പോലും ധൈര്യപ്പെടില്ല. ഹിൽ പാലസ് സാധാരണ വൈകുന്നേരം സമയമായതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ ഉച്ച സമയമോ അല്ലെങ്കിൽ രാവിലെ സമയമൊക്കെ ആണെങ്കിൽ ഇവിടെ കരിങ്ങാച്ചിറ തൊട്ട് ഹിൽ പാലസ് വരെ നല്ല ബ്ലോക്ക് കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴും ബ്ലോക്ക് ഉണ്ട്, ചെറിയ ബ്ലോക്ക് ഉണ്ട്. ചെറിയ ഗട്ടറല്ല, എന്തോ ടൈലിട്ട് റോഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിലൊക്കെ ഹമ്പ് പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലരും അവിടെ വണ്ടി സ്ലോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകും. നമുക്ക് കരിങ്ങാച്ചിറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ്, നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ ടൗണിലേക്ക് പോകുന്നില്ല, കരിങ്ങാച്ചിറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ ഇരുമ്പനം ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നു. നമ്മളങ്ങനെ കരിങ്ങാച്ചിറ എത്തി. നമ്മൾ കരിങ്ങാച്ചിറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ എതിരെ ഒരു ആനവണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്തിനാണ് അതുവഴി വരുന്നത്? തൊടുപുഴ വണ്ടിയാണല്ലോ. സാധാരണ ടൗൺ കയറാതെ വരാറില്ല. ചിലപ്പോൾ ടൗൺ കയറാതെ നേരെ വടക്കേക്കോട്ടയിൽ നിന്ന് നേരെ ഇരുമ്പനം വഴി വന്നതായിരിക്കാം. ഇവിടെ പോകുമ്പോൾ ഫ്രണ്ടിൽ 3-4 റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മളങ്ങനെ ഇരുമ്പനം ജംഗ്ഷൻ എത്തി. ഇരുമ്പനം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയാതെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഫോ പാർക്കിലെത്താം. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചോയ്സ് ടവർ ഉണ്ട്. ഏകദേശം അതിനോടടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയും മാക്സും സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പോവേണ്ടത്. അത് ഉടനെ തന്നെ എത്തും. ഇവിടുന്ന് റൈറ്റ് തിരിയണം. അതാ നിങ്ങൾക്ക് മുന്നിൽ കാണാം. ഇത് തന്നെ സ്റ്റുഡിയോ കാണാം, ഒരു സൈഡിൽ മാക്സും കാണാം. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നതുകൊണ്ട് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ആരും നിർത്തി തരുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിലേക്ക് കിടക്കാം. ഒരു സൈഡിൽ സ്റ്റുഡിയോ, മറ്റേ സൈഡിൽ മാക്സ്. ജോക്കിയുടെ ഷോപ്പും ഉണ്ട്. ചായ് വാലി എന്തെങ്കിലും ആവട്ടെ. നമുക്ക് സ്റ്റുഡിയോയിൽ കയറാദ്യം. എന്തൊരു സ്മെല്ല്. ടീഷർട്ട് മേടിക്കണം അല്ലേ? 399 കോളറുള്ള ടീഷർട്ട് മേടിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡിയോയുടെ ഷർട്ട്. ഇതൊരു സുഖമില്ല. റോക്ക്ഫോർഡ് കാർഗോ ഫിറ്റ് ആണല്ലോ അതൊക്കെ. 36 വേണ്ടി വരും. ടീഷർട്ട് ഇതുപോലത്തെ കുഴപ്പമില്ല, പക്ഷെ ഡാർക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുഷിയും. 699 ആണ് ജോഗേഴ്സിന്. അരിസോണ ജീൻസിൻ്റെ ജോഗർ ഉണ്ടല്ലോ. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 999. പിന്നെ
399 റെഡ് ഒരെണ്ണം എടുക്കാം, എക്സൽ എടുക്കാം, ട്രയൽ നോക്കാം. കളേഴ്സ് കുറവാണല്ലോ. ഷർട്ട് വല്ലതും എടുത്താലോ? പോയല്ലോ. ഈ ഷർട്ടും ഈ ഒരു കാർഗോ ജോബേഴ്സും എടുത്ത്. കാർഗോ ഉണ്ട്, ഉപ്പ് ചേർത്ത് പോലെ രാവിലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഷൂസ് 799, 299. ഇതിലൊരു ചെരുപ്പല്ല നമ്മളടുത്തുള്ളത്.